ശ്ലോകം 4. നാരായണ നാരായണ ഒരു ശബ്ദം കേൾക്കുകയാണ്. സ്ത്രീകളെല്ലാവരും പേടിച്ചു. അവർ നോക്കി, മോളിക്ക് നോക്കി. നാരദനാണ്. ഭിയാ. നാരദനെ കണ്ടപ്പോൾ എന്തൊന്നില്ലാത്ത ഭയമുണ്ടായി. എന്താ കാരണം? ശവിക്കും. പ്രിയാലോകം. ആ ഭാര്യമാർ, പ്രിയകൾ ഭാര്യമാർ, ആ ഭാര്യമാരെല്ലാവരും ഉപാത്തവാസസം. അവർ വേഗം കരയിലിട്ടിരുന്ന തുണി പോയി എടുത്തു, അവരുടെ വസ്ത്രം ധരിച്ചു. എന്തുകൊണ്ട്? നാരദൻ ശപിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കാലം ദുഃഖിക്കേണ്ടതായി വരും എന്നവർക്ക് നല്ലവണ്ണം അറിയാം. അങ്ങനെ ആ സ്ത്രീകളെല്ലാവരും നാരദനെ കണ്ടതായ സമയത്ത് എന്തെന്നില്ലാത്ത ഭയത്തോടുകൂടി ആ വെള്ളത്തിൽ നിന്ന് കയറി തങ്ങളുടെ വസ്ത്രങ്ങളെടുത്ത് ധരിച്ചു. ഭിയാ പ്രിയാലോകമുപാത്തവാസം പുരോ നിരീക്ഷ്യാവി. ഇത് നടക്കുവരും മണിക്കൂറിനും കണ്ടു. അവരും വസ്ത്രമില്ലാണ്ട് കിടക്കുകയാണ്. ഭാര്യമാരൊക്കെ എടുത്ത് ഇതായിരിക്കണം. ഓ, അവരെടുത്തോടെ, ഞങ്ങൾക്കെന്താ എന്ന് അഹങ്കരിച്ചുകൊണ്ട് അവർ തന്നെ കിടന്നു. പുരോ നിരീക്ഷ്യാവി. അവരെ മുമ്പിൽ ആ സ്ത്രീകൾ ആ വിധത്തിൽ നല്ല കാര്യം ചെയ്ത് കണ്ടിട്ടുകൂടി ഇവർ നന്നായില്ല എന്നർത്ഥം. പുരോ നിരീക്ഷ്യാവി. അങ്ങനെ മുമ്പിൽ കണ്ടിട്ടും മതാന്ധചേതസൗ. മതം കൊണ്ട്, അഹങ്കാരം കൊണ്ട് അന്ധന്മാരായിത്തീർന്നു. തങ്ങളെപ്പോലെ ആരാണ്? തങ്ങളെ നന്നാക്കാൻ ഇപ്പോൾ ആരാ വന്നിരിക്കുന്നത്? അജ്ഞാനം ബാധിച്ചു എന്നർത്ഥം. അജ്ഞാനം കൊണ്ട് അന്ധന്മാരായി. അജ്ഞാനം ഏത് രീതിയിലാണ് വായിച്ചത്? അഹങ്കാരം. അഹങ്കാരമാകുന്ന അജ്ഞാനത്തോടുകൂടിയ ചേതസ്, മനസ്സോടുകൂടിയ അവർ രണ്ടുപേരും ഇമൗ ഭവൽ ഭക്തിവശാന്തി സിദ്ധയേ. നാരദൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണു. ഇവർ രണ്ടുപേരും കയറുന്നില്ല, വസ്ത്രം ധരിക്കുന്നില്ല. അപ്പം അവരെ ഭഗവാനിലേക്ക് അടുപ്പിക്കണം. അതിനെന്ത് വേണം? ഭഗവാനിൽ ഭക്തി ഉണ്ടാവണം. ഭഗവാനിലേക്ക് അടുക്കാനുള്ള ഒരേ ഒരു മാർഗം ഭഗവാനിൽ ഭക്തി. അതാണ് ഭവൽ ഭക്തി ഉപശാന്തി സിദ്ധയേ. ഭഗവാനിലുള്ള ആ ഭക്തി കൊണ്ട് ഉപശാന്തി വരണം. ഏതിൽ നിന്ന്? നിന്ദ്യകർമ്മങ്ങളിൽ നിന്ന്. ഇപ്പം ചെയ്യുന്നതായ നിന്ദ്യകർമ്മത്തിൽ നിന്ന് ശാന്തി, മുക്തി വരണം. അതിൽ നിന്ന് അവർ പിന്മാറണം. ഭവൽ ഭക്തി ഉപശാന്തി സിദ്ധയേ. അവരെ നോക്കി. മുനിർ ജഗൗ. ദേവർഷിയായ ആ നാരദൻ മുനി പാടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജഗൗ അതായത് ശാപം കൊടുക്കുമ്പോൾ ദേഷ്യമില്ല. അതാണ് നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാരും അച്ഛന്മാരും കുട്ടികളെ ശിക്ഷിക്കുമ്പോൾ പോലും അതാണ് ദേഷ്യമില്ലാണ്ട് വേണം ശിക്ഷിക്കാൻ. എന്തിനാ ശിക്ഷിക്കണേ? അവരെ ആ തെറ്റ് മനസ്സിലാക്കണം, അത്രയേ ഉള്ളൂ. അത്രയും ശിക്ഷിക്കാൻ പാടും. തെറ്റ് മനസ്സിലാക്കി പിന്നീട് ആ തെറ്റ് ആവർത്തിക്കാൻ പാടില്ല. ഞങ്ങളുടെ ഭാഗത്ത് പാലക്കാട് ഒരു ചൊല്ലുണ്ട്, കറിവേപ്പ് ഒടിച്ചു വളർത്തണം, കുട്ടികളെ അടിച്ചു വളർത്തണം. അടിക്കുക പറഞ്ഞാൽ തോന്നിയ പോലെ അടിക്കാനല്ല. ഏത് തെറ്റാണോ അവർ ചെയ്തത് ആ തെറ്റ് പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് അടിക്കണം. നല്ലൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു, ഒരു മകനുണ്ട്. അപ്പോൾ മകൻ ഇതുപോലെ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്യുമ്പോൾ ഒരടി കയ്യിലേക്ക് കൊടുക്കും, ഇവിടേക്ക് ഈ മണികണ്ഠത്തേക്ക് ഒരു അടി കൊടുക്കും. അപ്പോൾ അവന് മനസ്സിലാവും അത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല. അങ്ങനെ 10-15 വയസ്സായി. പക്ഷെ വീട്ടിലൊന്നുമില്ല. അപ്പോൾ അവന് തോന്നി, രാജാവിൻ്റെ ഭണ്ഡാരം ഉണ്ടല്ലോ, നിറച്ച് പണമല്ലേ അവിടെ, അത് പോയി കാക്കാം. അങ്ങനെ ഒരു ദിവസം രാത്രി പോയി എപ്പോഴാണോ
ഈ പാറാവുകാർ മാറിയത് ആ സമയത്ത് മെല്ലെ പോയി ഇരുമ്പ് വധുവൊക്കെ കൊണ്ടി തുറക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്ക് ഇവിടെ അടികൂട്ടിൽ പോയി. പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരുമില്ല. പക്ഷെ മനസ്സിലായി തെറ്റ് ചെയ്യുമ്പോഴാണ് അച്ഛൻ എന്നെ ശിക്ഷിക്കുന്നത് എന്ന് പറഞ്ഞിരുന്ന് വരികയാണ്. അപ്പോൾ കുട്ടികളെ ശിക്ഷിക്കുന്നു, അങ്ങനെ ആയിരിക്കണം എന്നർത്ഥം. ഇവിടെയും നാരദനും അങ്ങനെയാണ്. അതാണ് മുനിർജഗൗ മഹർഷി ഗാനം ചെയ്തു, പാടി. എന്ത്? ശാന്തിമൃതേ കുതസുഖം. ഹേ നളകൂപര മണിഗ്രീവന്മാരെ, ശാന്തി, മനസ്സിന് ശാന്തിയില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് പരമാനന്ദം ബ്രഹ്മാനന്ദം കിട്ടും? മനസ്സ് പരമമായ ശാന്തി അനുഭവിക്കണം. ഇപ്പോൾ നിങ്ങൾ പരമമായ ശാന്തി അല്ല അനുഭവിക്കണത്. ഇപ്പോൾ തൽക്കാലത്തെ ഒരു സുഖം അനുഭവിക്കണം. നാളെ ഇത് മാറും. ആ സുഖം ശാശ്വതമല്ല. ശാശ്വതമായ സുഖം ബ്രഹ്മാനന്ദമാണ്. അതിന് ഞാനിതാ നിങ്ങൾക്കൊരു ശാപം തരുന്നു. ശാപം മൂലം താപം. ആ ശാപം കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് ദുഃഖം വരും, താപം. എപ്പോൾ ദുഃഖം വരുന്നോ അപ്പോൾ ഭക്തി വരും. താപം മൂലം ഭക്തി. നമ്മളില്ലേ എന്തെങ്കിലും ഇത് വരുന്ന സമയത്ത്, യോ ഭഗവാനെ ഗുരുവായൂരപ്പ, എന്തിനാ നീ എന്നെ ഇങ്ങനെ ശിക്ഷിക്കണത്? എപ്പോൾ? എന്തെങ്കിലും വരുന്ന സമയത്താണ്, അല്ലെങ്കിലൊന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ താപം മൂലമാണ് ഭക്തി വരുന്നത്. ആ ഭക്തി, ഭഗവാനിലുള്ളതായ ഭക്തി കൊണ്ടാണ് ശാന്തി, മനസ്സിന് ശാന്തി ഉണ്ടാവുന്നത്. അതാണ് ശാന്തിം ഇറേ, ശാന്തിയെ കൂടാതെ, ശാന്തിയെ കൂടാതെ. കുതസുഖം, എവിടുന്നാണ് സുഖം? സുഖം ബ്രഹ്മാനന്ദം, ഒരിക്കലും നശിക്കാത്ത ആനന്ദമാണ് സുഖം. നമ്മൾ മലയാളത്തിൽ പറയുന്ന സുഖമല്ല. ഈ സുഖം ബ്രഹ്മാനന്ദം. ഭഗവാനെ ഭജിച്ച് പ്രപഞ്ചം എന്താണെന്നും താൻ ആരാണെന്നും എന്തുകൊണ്ടാണ് താൻ ഈ വിധത്തിൽ കിടന്ന് ദുഃഖിക്കുന്നതെന്നും മനസ്സിലായവർ. അതാണ് നമുക്കൊക്കെ അത് വേണം. നമുക്ക് വേണ്ടിയാണിത്. നമ്മളൊക്കെ നളകൂപരമണിക്കൂന്മാരുടെ സ്ഥാനത്താണ്. പഴയ സുഖങ്ങളുടെ പിന്നാലെ പോകണം, പാടില്ല. പരമമായ സുഖം ബ്രഹ്മാനന്ദം ഭഗവാനെ ഭജിക്കുന്നതുകൊണ്ട് മാത്രമേ കിട്ടൂ. അതെങ്ങനെ വരുന്നു? ദുഃഖം കൊണ്ടേ വരുള്ളൂ. ആ ദുഃഖത്തിന് എന്ത് ചെയ്യണം? ഒരു ശാപം കൊടുക്കണം. മുനിർജഗൗ ശാന്തിമൃതേ കുതസുഖം. ശാന്തിയെ കൂടാതെ എവിടുന്നാണ്? ബ്രഹ്മാനന്ദം, ഒരിക്കലും നശിക്കാത്ത ആനന്ദം. അതാണ് ഓർമ്മ വേണം. വെറും സുഖമല്ല, ഒരിക്കലും നശിക്കാത്ത ആനന്ദം. അപ്പോൾ ഇതൊരു ഫോർമുല പോലെ കാണാപ്പടം പഠിക്കണം. ശാപം മൂലം താപം, താപം മൂലം ഭക്തി, ഭക്തി മൂലം ശാന്തി, ശാന്തി മൂലം സുഖം. അതിൽ അവസാനത്തെ രണ്ടെണ്ണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മറ്റേ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. മറ്റേതാണ് ശാപം കൊണ്ടുള്ള താപമാണ് ഇതപ്പം നാരദൻ കൊടുക്കാൻ പോകുന്നത്. അതാണ് മുനിർജഗൗ ശാന്തിമൃതേ കുതസുഖം. അപ്പോൾ വിഷയങ്ങളിൽ രമിക്കുന്നവർക്ക് തൽക്കാലം വരുന്നതായ ആ ദുഃഖം പോലും സുഖമായിട്ട് തോന്നും. അങ്ങനെയാണ്. അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഭഗവത് ഭക്തി കൊടുത്ത് ഒരിക്കലും നശിക്കാത്തതായ ശാശ്വതമായ സുഖം ബ്രഹ്മാനന്ദത്തിനെ ഈ രണ്ട് കുബേരപുത്രന്മാർക്കും നൽകണം എന്നുള്ളതായ ചിന്തയോടുകൂടി നാരദ മഹർഷി അവർക്ക് ഇതാ ശാപം കൊടുക്കാൻ പോകുന്നു.